ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹണിവെൽ ഇമ്പാക്റ്റ് ക്യാമറയുടെ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഒരു FTP സെർവറിൻ്റെ സെറ്റപ്പും അതുപോലെ തന്നെ ഈ മോഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് FTP സെർവറിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ്. ഞാനിവിടെ മാനുവലി ഒരു ഗ്രീൻ മാർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ, എൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ, ഇതിലൂടെ ആരെങ്കിലും നടന്നു വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയോ ഈ ഒരു ബൗണ്ടറി, അതായത് ഈ ഒരു ബൗണ്ടറി ഭേദിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് മോഷൻ ഡിറ്റക്ഷൻ അലേർട്ട് വരും. ആ മോഷൻ ഡിറ്റക്ഷൻ അലേർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കണ്ടോ, താഴെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഞാൻ ഓരോ മിനിറ്റിലും ഞാൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന FTP സെർവറിലേക്ക് സിങ്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ FTP സെർവർ. ഞാനത് ഉബുണ്ടു ലിനക്സിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഉബുണ്ടു ലിനക്സിൽ എങ്ങനെയാണ് FTP സെർവർ കോൺഫിഗർ ചെയ്ത് സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ആ വീഡിയോസ് പിക്ചേഴ്സ് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലോഡ് ആകുന്നത്, അതിൻ്റെ മെത്തേഡ് എന്താണെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഫയൽസ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ FTP എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താണ്. ആ FTPക്കുള്ളിൽ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡറും ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തേക്കുക, അതായത് നമ്മുടെ NVR അല്ല, ക്യാമറ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക് നിങ്ങൾ കണ്ടോ ഇത്രയും പിക്ചേഴ്സ്, അതായത് ആ റോട്ടിലൂടെ ആ നടന്ന ആക്ടിവിറ്റീസ് മുഴുവൻ ഇവിടെ ഓരോരോ പിക്ചറുകളായിട്ട് ഇങ്ങനെ റെക്കോർഡായിട്ടുണ്ട്. ഇതുണ്ടോ, അതിനുള്ളിലൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ നടന്ന ആക്ടിവിറ്റീസാണ്. ഞാനിപ്പോൾ നെക്സ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ പിക്ചേഴ്സ് അതിലൂടെ ആളുകൾ പോകുന്നതിനനുസരിച്ച് ഓരോ മിനിറ്റിലും എടുത്തിട്ടിരിക്കുന്ന ഓരോ പിക്ചേഴ്സാണ് ഈ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്ന അതെങ്ങനെയാണ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം ഞാൻ ഈ ഒരു സെർവർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്ലൗഡിലൊന്നും അല്ല, ഇൻ്റർനെറ്റിലല്ല. വേണമെങ്കിൽ എനിക്കിത് ഇൻ്റർനെറ്റിലും ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് അതുവേണ്ടി ചെയ്ത് കാണിച്ചു തരാം, അതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ ക്യാമറ ഇരിക്കുന്ന അതേ നെറ്റ്വർക്കിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു FTP സെർവറിൻ്റെ IP അഡ്രസ്സ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ടെർമിനൽ എടുക്കുക. അത് IP അഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഓപ്പൺ ടെർമിനൽ എന്ന് കൊടുക്കുക. ആ ടെർമിനൽ ഓപ്പൺ ചെയ്ത ശേഷം അതിനകത്ത് നമ്മൾ ഇഫ് കോൺഫിഗ് എന്നുള്ളൊരു കമാൻഡ് അടിച്ചാൽ മതി. ഇഫ് കോൺഫിഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് IP അഡ്രസ്സ് കാണാൻ കഴിയും. അതായത് ലിനക്സിലൊക്കെ IP അഡ്രസ്സ് കാണുന്നത് എങ്ങനെയായിരിക്കും. ഇത് ഉബുണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം Debian ബേസ്ഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ അത് 192.168.29.87 എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു FTP സെർവറിൻ്റെ IP അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു FTP സെർവർ ഇരിക്കുന്ന അതേ നെറ്റ്വർക്കിൽ തന്നെയാണ് എൻ്റെ ക്യാമറ ഇരിക്കുന്നത്. ക്യാമറയിലേക്ക് ഞാൻ നിങ്ങളൊന്ന് പിങ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ IP അഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയാൽ തന്നെ ഓപ്പൺ ടെർമിനൽ എടുത്താൽ മതി. അപ്പോൾ ഓപ്പൺ ടെർമിനൽ എടുത്ത ശേഷം പിങ് സ്പേസ് 192.168.29.10 എന്നുള്ളതാണ് IP അഡ്രസ്സ്. എന്നിട്ട് എൻ്റർ അടിക്കുക. ഇതുണ്ടോ, ക്യാമറയിലേക്ക് ഇപ്പോൾ പിങ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിങ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ Ctrl+C അടിച്ചാലേ അത് സ്റ്റോപ്പ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്യാമറയ്ക്കുള്ളിലെ സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ ക്യാമറയെ ആക്സസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ക്യാമറയുടെ IP 192.168.29.10 എന്ന് പറയുന്നതായിരുന്നു. അത് ഞാനങ്ങ് ഓപ്പൺ ചെയ്തു. അതിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്യാമറയ്ക്കകത്തേക്ക് നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അഡ്മിൻ കൊടുക്കുന്നു, പാസ്വേഡും കൊടുക്കുന്നു. നമ്മൾ പാസ്വേഡ് അടിച്ച ശേഷം ലോഗിൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ക്യാമറയ്ക്കകത്താണ്. ക്യാമറ ഇരിക്കുന്ന അതേ നെറ്റ്വർക്കിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഈ ഒരു കമ്പ്യൂട്ടർ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ക്യാമറയെ ബ്രൗസറിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമറയുടെ ലൈവ് വ്യൂ ആണ്. പ്ലേ ബാക്ക് ഇവിടെ ഞെക്കി ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് FTPയുടെ കാര്യമായതുകൊണ്ട് FTPനെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിൽ കോൺഫിഗറേഷൻ ടാബിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് മെത്തേഡിൽ നമുക്ക് FTP സെർവർ അപ്ലോഡിങ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മുടെ സാധാരണ ഏത് ക്യാമറയ്ക്കുള്ളിലും DVRലൊക്കെ ഉള്ള അല്ലെങ്കിൽ NVRലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു മോഷൻ ഡിറ്റക്ഷൻ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ മോഷൻ ഡിറ്റക്ഷൻ്റെ ആ ഒരു വിൻഡോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ ഡിലീറ്റ് കളഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഏരിയ മാത്രം നമുക്ക് മോഷൻ ഡിറ്റക്ഷൻ മതിയെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി അതല്ല, നമുക്ക് ഈ ഒരു ഏരിയ മാത്രം മോഷൻ ഡിറ്റക്ഷൻ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ഫുള്ളായിട്ട് മോഷൻ ഡിറ്റക്ഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ വരച്ച് കൊടുക്കുന്ന രീതിയിലായിരിക്കും മോഷൻ ഡിറ്റക്ഷൻ്റെ ആ ഒരു അലേർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരിക. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫുള്ള് വരച്ചിട്ടുണ്ട്, സേവ് ചെയ്തു.
അതിനുശേഷം ഷെഡ്യൂൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇതിന് മുന്നേ നിങ്ങളൊരു കാര്യം കൂടെ നോക്കുക, ഇവിടെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഒരു സെൻസിറ്റിവിറ്റി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ക്യാമറ എവിടെയാണോ വെക്കുന്നത് അതിന് എഗെയിൻസ്റ്റ് ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 80 ആണ് ഇവിടെ സെൻസിറ്റിവിറ്റി കൊടുത്തേക്കണത്. നിങ്ങൾക്ക് ഇതിപ്പോൾ 100ലേക്ക് ഇടണമെങ്കിൽ 100 ഇടാം, അതുപോലെ തന്നെ 50 ഇടണമെങ്കിൽ 50 ഇടാം. അതിന് എഗെയിൻസ്റ്റ് ആയിരിക്കും മോഷൻ ഡിറ്റക്ഷൻ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ 80 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ 80 ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടൈം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ എനിക്ക് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഫുള്ളാണ് കിടക്കുന്നത്. അതായത് ഒരു വീക്കിൽ ഫുൾ ടൈം 24/7 ആണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. നമ്മളിപ്പോൾ പറയുകയാണ് നമുക്ക് ഇതൊന്നും വേണ്ട, ഡിലീറ്റ് ഓൾ കൊടുത്തിട്ട് ഞാൻ പറയുകയാണ് ഇപ്പോൾ ഒരു 6 മണി എന്ന് പറഞ്ഞാൽ 18 ആണല്ലോ, രാത്രി അല്ലെങ്കിൽ വൈകിട്ട് 6 മണി മുതൽ നമുക്ക് പുലർച്ചെ ഒരു 6 മണി വരെ റെക്കോർഡിങ് മതി എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. മോഷൻ ഡിറ്റക്ഷൻ റെക്കോർഡിങ് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ദിവസം വേണം എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൾന്ന് കൊടുത്താൽ ആ ഒരു ആഴ്ച മൊത്തം ആ ഒരു രീതിയിലായിരിക്കും റെക്കോർഡിങ് നടക്കുക. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് കുറച്ചും കൂടെ ഒരു 8 മണി വരെ റെക്കോർഡിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു 8 മണി വരെ ആക്കണതിന് കുഴപ്പമില്ല. കണ്ടോ, ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോണത്, എനിക്ക് ഷെഡ്യൂൾ 24 hours വേണം. അതുകൊണ്ട് ഞാൻ 24 hours കൊടുത്തു. വീണ്ടും നെക്സ്റ്റ് അടിക്കുന്നു. അതായത് ലിങ്കേജ് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ലിങ്ക് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ലിങ്ക് സ്നാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അത് നമുക്ക് FTP എന്നുള്ള ബട്ടണിൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ FTP സെർവറിൻ്റെ IP അഡ്രസ്സും പാസ്വേഡ് എല്ലാം കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ തെളിഞ്ഞു വരും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഒന്നോടെ നോക്കിക്കോളൂ. ബാക്ക് അടിക്കാം, ലിങ്കേജ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. നമ്മൾ FTP എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ സേവ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ FTP എന്ന് പറയുന്ന ഓപ്ഷനിന് മുകളിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും FTP സെർവറിൻ്റെ IP. ഇത് നമ്മൾ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സെറ്റപ്പ് ഇവിടെ കിടക്കുന്നതാണ്. 192.168.29.87 എന്നാണ് നമ്മുടെ സെർവറിൻ്റെ IP. പോർട്ട് നമ്പർ 21 ആണ്. അത് ഡീഫോൾട്ട് പോർട്ട് നമ്പർ 21 ആയിരിക്കും. നമ്മുടെ ആ ഒരു ഫോൾഡർ, നമ്മുടെ ഉബുണ്ടു ലിനക്സിൽ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൻ്റെ പേരാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്ലോഡ് എന്നാണ്. യൂസർ നെയിം, നമ്മൾ ലോഗിൻ ചെയ്ത യൂസർ നെയിം നെക്സ, പാസ്വേഡ് അതിൻ്റെ കൊടുക്കുന്നു, എന്നിട്ട് സേവ് ചെയ്യുന്നു. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഇവിടെ ടെസ്റ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ യാതൊരു എററും കാണിക്കില്ല. അതുണ്ടോ, ഓപ്പറേഷൻ സക്സീഡ് എന്ന് താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡല്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഈ ഒരു മെത്തേഡിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു 24/7 ഇവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇതിങ്ങനെ ഇൻ്റർനെറ്റിലായിട്ട് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ലാൻഡിലിരിക്കുന്ന സെർവറിലേക്ക് വന്നുകൊണ്ടിരുന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ളൊരു പിക്ചർ ഒരിക്കലും ഇവിടെ കിട്ടിയല്ല. കാരണം ഇത് എൻ്റയർ ഏരിയയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല, നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം മതി എന്ന് പറഞ്ഞത് കണ്ടോ, ഈ രീതിയിലാണ് അതിൻ്റെ അപ്ഡേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വര നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് കണ്ടോ. ഇത് നമുക്ക് ഒരിക്കലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർഗ്ഗം അല്ലാത്തതുകൊണ്ട് ഇതിന് ഞാൻ ആ FTPയിലേക്ക് വിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ലിങ്കേജിൽ പോയിട്ട് അതങ്ങ് എടുത്ത് കളയുവാണ് കേട്ടോ. ഇതുണ്ട്, സേവ് എന്ന് കൊടുക്കുകയാണ്. നമുക്ക് വേണ്ടത് സ്മാർട്ട് സർവൈലൻസ് ഓപ്ഷനാണ്. സ്മാർട്ട് സർവൈലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ റൂൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്യാമറയ്ക്ക് 2 റൂള് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ആ റൂൾ എന്താണെന്നൊന്ന് പറഞ്ഞുതരാം. റൂൾ ID 1 സെലക്ട് ചെയ്തു. ആ റൂൾ IDയിൽ നമുക്ക് പെരിമീറ്റർ പ്രൊട്ടക്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ പെരിമീറ്റർ പ്രൊട്ടക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഇൻട്രൂഷനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ എന്തെങ്കിലും ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ ലൈൻ ക്ലിയർ കൊടുത്താൽ മതി, അന്നേരം അത് പൊക്കോളും. എന്നിട്ട് സേവ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ സ്റ്റാർട്ട് ഡ്രോ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത ശേഷം എനിക്ക് വേണ്ടത് ഈ ഒരു വരയ്ക്ക് ഇപ്പുറത്തേക്ക് ആരെങ്കിലും നടന്നു വരികയോ വണ്ടി വരികയോ എന്തെങ്കിലും ആക്ടിവിറ്റി ഈ ഒരു വരയ്ക്കുള്ളിൽ എനിക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ FTP സെർവറിലേക്ക് അപ്ഡേറ്റ് ആവണം കണ്ടോ. ഞാൻ ഒരു കോളം അവിടെ വരച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു കോളത്തിൻ്റെ ഉള്ളിൽ എന്ത് ആക്ടിവിറ്റി നടന്നാലും അതെൻ്റെ FTP സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഞാനിത് സേവ് ചെയ്യുവാണ്. സേവ് ചെയ്ത ശേഷം ഞാനൊരു ഓപ്ഷൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഡിറ്റക്ഷൻ മോഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടോ. ഇതിനകത്ത് ഇൻട്രൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൊടുത്തേക്കണ ഇൻട്രൂഷനാണ്. അതായത് ആരെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയോ ഇവിടുന്ന് പോവുകയോ ചെയ്താലൊക്കെ നമുക്ക് ഡിക്റ്റേഷൻ കിട്ടും. ഇനി അതല്ല, നമുക്ക് ഈ എൻ്റർ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തേക്കണമെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാലാണ് നമുക്ക് ഡിറ്റക്ഷൻ വരിക. ഇനി ഇവിടെ ലീവ് എന്നൊരു ഓപ്ഷനാണ് നമ്മൾ കൊടുത്തേക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു FTP സെർവറിലേക്ക് അപ്ഡേഷൻ വരിക. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമുക്കിവിടെ സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ കൂടെ ഹണിവെലിൻ്റെ ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ വരുന്നുണ്ട്. പിന്നെ ഇൻവേഷൻ ടൈം എന്ന് പറയുന്നതും സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നതും നിങ്ങൾക്ക് തന്നെ സെറ്റപ്പ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സെറ്റപ്പ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ സെൻസിറ്റിവിറ്റി എപ്പോഴും ഒരു 80ലാണ് ഇടുന്നത്.
പിന്നെ ഇവിടെ ഷോ ഈവൻ കൗണ്ട് എന്നൊരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ അവിടെ തെളിഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആ ഇവൻറ്റ് കൗണ്ട് എത്ര ഇവൻ്റ് ആയി എന്നുള്ളത് നമുക്ക് എണ്ണി അവിടെ കാണിച്ചു തരും. ഇനി ഇവൻറ്റ് റൂള് നമുക്ക് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രീനിൽ. അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഡിസ്പ്ലേ ടാർഗറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ടാർഗറ്റിൻ്റെ തലയുടെ നേരെ ഒരു അതായത് ഒബ്ജക്റ്റിന് നേരെ ഒരു സ്ക്വയർ മാർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതാണത്. എന്നിട്ട് അത് സേവ് ചെയ്യാം. ഇനി ഷെഡ്യൂൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ റൂൾ 1 ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഷെഡ്യൂൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സമയവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ ലിങ്കേജിലേക്ക് വരിക. ലിങ്കേജിൽ വന്ന ശേഷം ഞാനിപ്പോൾ ലിങ്ക് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ FTP എന്നുള്ള ഓപ്ഷൻ ഇവിടെ ടിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. ഈ FTP കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം നോക്കുക, നമ്മൾ FTP സെർവർ സെറ്റിങ്സിലേക്ക് പോയ ശേഷം അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് ഇത് വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേട്ടോ ഓപ്പറേഷൻ സക്സീഡഡ് എന്ന് കാണിച്ചിട്ടുണ്ട്, വർക്കിംഗ് ആണ്. ഇനി നമ്മൾ ആ ബാക്ക് ഒന്ന് ചെന്നിട്ടേ നമുക്കത് കറക്റ്റായിട്ടാണോ നിൽക്കണമെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ടിക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെർവറിലേക്കൊന്നും പോവുകയില്ല. നമുക്കത് എപ്പോഴാണ് നമ്മുടെ സെർവറിലേക്ക് അപ്ലോഡ് ആകേണ്ടതെന്നുള്ള കാര്യം നമുക്ക് കൊടുക്കാം. അത് സ്റ്റോറേജ് വിൻഡോയിലാണ്. സ്റ്റോറേജ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് പിക്ചർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക് മാനേജ്മെൻറ്റിൻ്റെ NFS ഉണ്ട്. ഇതിൽ പിക്ചർ സെറ്റിങ്സിലേക്ക് പോവുക. കാരണം നമുക്കിപ്പോൾ പോകുന്നത് പിക്ചർ ആയിട്ടാണല്ലോ. FTPയിലേക്ക് എപ്പോഴും പിക്ചർ ആയിട്ടാണ് അപ്ലോഡ് ആവുക. അപ്പോൾ പിക്ചർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത ശേഷം ഇവിടെ ഈ ടൈമിംഗ് എന്നുള്ള ഓപ്ഷൻ ഇല്ലേ, ടൈമിംഗ് ക്യാപ്ചർ, ഇത് ബൈ ഡിഫോൾട്ട് ഡിസേബിൾഡ് ആയിരിക്കും. ഞാൻ എനേബിൾ ചെയ്ത് ആദ്യം നിങ്ങളെ കാണിച്ചതുകൊണ്ടാണ് അത് അങ്ങോട്ട് പോയത് കേട്ടോ. അതല്ല എനേബിൾ ആയി കിടന്നത്. അപ്പോൾ ടൈമിംഗ് ക്യാപ്ചർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എനേബിൾഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമുക്ക് ഇൻ്റർവൽ ടൈം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ക്യാമറ എപ്പോഴാണ് നമ്മുടെ FTP സെർവറിലേക്ക് ഈ കൊടുക്കുന്ന, അതായത് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസൊക്കെ പിക്ചറായിട്ട് സെൻഡ് ചെയ്യേണ്ടതെന്ന്, അതായത് ആ ഒരു ഇൻ്റർവൽ ടൈം നമുക്കിവിടെ കൊടുക്കാം. ഇപ്പം ഞാൻ 1 മിനിറ്റ് എന്ന് കൊടുത്താൽ ഓരോ 1 മിനിറ്റിലും ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ പിക്ചേഴ്സ് സെർവറിലേക്ക് അപ്ഡേറ്റ് ആവും. നമുക്ക് ഏറ്റവും കുറഞ്ഞത് കൊടുക്കാൻ പറ്റുന്നത് 5 സെക്കൻഡാണ് കേട്ടോ. 5 സെക്കൻഡാണ്. 5 സെക്കൻഡിൽ താഴെ നമുക്കൊരു ടൈം ഇവിടെ FTP സെർവർ അപ്ഡേഷൻ നമുക്ക് നടക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് ഒരു മിനിറ്റാണ് കൊടുക്കുന്നത്. ഓരോ മിനിറ്റിലും എനിക്ക് സെർവറിലേക്ക് പോകണം. അപ്പോൾ സെൻഡ് ടു FTP എന്നുള്ള ടിക്കിടാൻ നിങ്ങൾ മറന്നു പോരുത്. ഇവിടെ ടിക്കിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് നടക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ ആ ഒരു സമയം ഇവിടെ നോക്കിക്കോ, 4:14 വൈകിട്ട് 4:14. ഇതിപ്പോൾ എറണാകുളം സിറ്റിയിലാണ് നമ്മൾ ഈ ഒരു ക്യാമറ നമ്മുടെ ഓഫീസിനോട് ചേർന്ന് തന്നെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ പോകുന്നുള്ളൂ. ആരും നടന്നു പോലും പോകുന്നില്ല. വൈകുന്നേരം ഒരു 4:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കാം 4:14 സമയം. നമ്മുടെ FTP സെർവറിലേക്ക് നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. 4:14 ശേഷം എന്തെങ്കിലും മൂവ്മെൻറ്റ് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സെർവറിലേക്ക് അപ്ലോഡിങ് നടന്നിട്ടുണ്ടോയെന്ന്. അത് പോകുന്നേക്ക് മുന്നേ 4:14 നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് വെച്ചാൽ മതി. അത് പോകുന്നേക്ക് മുമ്പ് ഞാൻ ആ ഒരു നമ്മുടെ IHView എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇപ്പോൾ നടക്കുന്ന ആക്ടിവിറ്റീസ് റിയൽ ടൈം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഡിറ്റക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ക്യാമറയുടെ അകത്ത് നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഓൺലൈൻ എന്നുള്ള ഓപ്ഷനിലേക്ക് വരട്ടെ. ഇതുണ്ടോ, ഇപ്പോൾ ഈ ഒരു ക്യാമറയുടെ മൂവ്മെൻറ്റിന് അഗെയിൻസ്റ്റ് ഇവിടെ സ്മാർട്ട് ഇവൻറ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതാണ് അതിൻ്റെ അലർട്ട്. ഇതുണ്ട് റിയൽ ടൈം അലാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അലാം ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നടക്കുന്ന ആക്ടിവിറ്റീസൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ. പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നടന്നേക്കുന്ന ആക്ടിവിറ്റിയാണിത്. അപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് മൂവ്മെൻറ്റോ കാര്യങ്ങളോ വന്നെങ്കിൽ അപ്ലോഡിങ് നടക്കുകയുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞേക്കണമെന്ന് നോക്കാം അതെങ്ങനെയാണ് നടക്കുന്നതെന്ന്. ആ ഒരു ചേട്ടൻ അതിലാണ് പോകുന്നത്. അയാൾ ഇങ്ങോട്ട് വന്ന് കയറുമായിരുന്നെങ്കിൽ ഒരാൾ ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഇയാൾ ഇതിനകത്ത് വന്ന് ഈ ഒരു കോളത്തിൻ്റെ അകത്ത് അയാൾ കയറി കഴിഞ്ഞാൽ അയാളുടെ പിക്ചർ നമ്മുടെ FTP സെർവറിലേക്ക് പോകണം എന്നെങ്കിലേ നമ്മൾ ഈ ചെയ്തേക്കുന്ന കാര്യം വിജയിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. ഇപ്പോൾ സമയം 4:15 ആയിട്ടുണ്ട്. 4:15 കഴിഞ്ഞ് 53 സെക്കൻഡിൽ ആൾ ഇതിൻ്റെ അകത്ത് കയറി. ഓക്കെ, ഇത് കണ്ടോ. ഇപ്പോൾ ആ ഒരു ഗ്രീൻ കളർ റെഡ് ആയിക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അയാളെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു ക്യാമറ. ഓക്കെ, അയാൾ പോയതിന് ശേഷം അത് ഗ്രീനിലേക്ക് തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഇവിടെ ട്രാക്ക് ചെയ്തേക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, അത് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ കാണിക്കും. അയാളിപ്പോൾ ഇവിടെ വന്നുകൊണ്ട് കണ്ടോ, അയാൾ വന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ FTP സെർവറിലേക്ക് ലോഗിൻ ചെയ്യണം. യൂസർ നെയിം പാസ്വേഡും കൊടുത്തു. ലോഗിനായ ശേഷം നമ്മുടെ ഈ ഒരു ഫയൽ മാനേജ്മെൻറ്റ് നമ്മൾ എടുക്കുക. ഫയൽ മാനേജ്മെൻറ്റിൽ നമ്മുടെ FTP എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. അപ്ലോഡ് ഓപ്പൺ ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏറ്റവും താഴേക്ക് വരാം.
കുറേ പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഞാനിത് കുറേ നേരമായിട്ട് ടെസ്റ്റിങ്ങിൽ ഇട്ടേക്കുമായിരുന്നു. ഒരുപാട് പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ലാസ്റ്റത്തെ ആ ഒരു ഫോട്ടോ മാത്രം നമുക്ക് നോക്കാം. 4/15 വന്നേക്കണ ഫോട്ടോ അതേതാണെന്ന് നോക്കാം. ഇതാണ് ആ ഫോട്ടോ. ഇത് കണ്ടോ, ആ മനുഷ്യൻ എവിടെ നിന്ന് നടന്ന് വന്ന് ഇതിനകത്ത് കയറിയിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്തേക്കണ കാര്യം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അയാളുടെ ഒരു പിക്ചർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, അയാൾ ആ ഒരു കാലെടുത്ത് കുത്തിയ ആ ഒരു സമയം നമ്മുടെ ക്യാമറ അയാളെ ട്രാക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ FTP സെർവറിലേക്ക് അപ്ലോഡിങ് നടക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനിത് റോട്ടിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പിക്ചേഴ്സ് ഇവിടെ വന്നേക്കണത്. ആക്ച്വലി നിങ്ങൾ വീട്ടിലാണ് വെച്ചേക്കണമെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് വരുന്ന ആളുകളുടെ പിക്ചേഴ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു FTP സെർവർ നിങ്ങളുടെ വീട്ടിലോ ഒക്കെ നിങ്ങൾ കോൺഫിഗർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇത്രയും പിക്ചേഴ്സോ കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ക്ലൗഡിൽ സെറ്റപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ലാൻഡിൽ സെറ്റപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ലാൻഡ് നെറ്റ്വർക്കിൽ സെറ്റപ്പ് ചെയ്യുന്നതാണ്. ഞാൻ എങ്ങനെയാണ് ക്ലൗഡിൽ സെറ്റപ്പ് ചെയ്യണം എന്നുള്ള കാര്യം അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.